ഇരിക്കുന്നത്. അനുഗ്രഹീതമായിരിക്കുന്ന ഗാനങ്ങൾ രചിക്കുന്ന ആൾക്കാർ നമുക്കറിയാം. വായിച്ചാൻ വളരെ പ്രത്യാശ നിർഭരമായിരിക്കുന്ന ഒരു ഗാനം രചിച്ചു ലില്ലി ആൻറ്റി. അങ്ങനെ ഗാനം രചിക്കുന്നവരുണ്ട്. അത് ട്യൂൺ ചെയ്തു കൊടുക്കാനായിട്ട് കഴിവുള്ള സഹോദരന്മാരും ഉണ്ട്. അത് ഇന്റർനെറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ, പാട്ടുപാടാൻ കഴിവുള്ള സഹോദരന്മാരും ഉണ്ട്. ഇങ്ങനെയുള്ളതായിരിക്കുന്ന വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സഭ ദൈവം നമുക്ക് നൽകിയത് കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദാനിയേൽ പ്രവചനമാണല്ലോ. ദാനിയേൽ പ്രവചനം ആദ്യത്തെ 6 അധ്യായമാണ് നമ്മൾ പഠിച്ചത്. ഇനി 6 അധ്യായം കൂടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് തോന്നും പകുതി കഴിഞ്ഞല്ലോ എന്നൊരാശ്വാസം. പക്ഷെ പകുതി കഴിഞ്ഞിട്ടില്ല. ഇനിയും ഉള്ളതാണ്. വാസ്തവത്തിൽ വളരെയധികം കൂടുതൽ, മേ ബി 1/3 മാത്രമേ നമ്മൾ പഠിച്ചു കാണുകയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെയധികം ഇനി നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് വളരെ വേഗം ഈ ഭാഗത്തേക്ക് കടന്നു വരാം. നമ്മൾ ഓർത്തോണം, നമുക്ക് റിവിഷൻ എന്നൊരു സിസ്റ്റം നമുക്കില്ല. റിവിഷൻ ചെയ്യാൻ നമുക്ക് സമയമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ സംശയമോ അല്ലെങ്കിൽ ചോദ്യമോ അല്ലെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അത് മാത്രം നമ്മൾ അടുത്ത ആഴ്ചയിൽ ആ വിഷയം മാത്രം നമ്മളൊന്ന് റിവിഷൻ പോലെ ഓർക്കും എന്നല്ലാതെ പൊതുവായി നമുക്ക് റിവിഷൻ എന്നൊരു സിസ്റ്റത്തിന് നമുക്ക് സമയം ഇല്ല. നമ്മൾ വാസ്തവത്തിൽ നമ്മൾ ഭാവിയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അവസാനം വരെ നമ്മൾ ഇവിടെ ഹെഡിങ് എഴുതിയിരിക്കുന്നത് ഡാനിയൽസ് വിഷൻ ഓഫ് ഫ്യൂച്ചർ വേൾഡ് ഹിസ്റ്ററി. ഈ ലോകത്തിന്റെ ചരിത്രത്തെ ദാനിയേൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്, അഥവാ ദാനിയേൽ ലഭിച്ചതായിരിക്കും വിഷനാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ അവിടെ ജാതികളുടെ കാലം എന്ന് നമ്മൾ കാണാനായിട്ടിടയായി. ജാതികളുടെ കാലം, കർത്താവ് പറഞ്ഞ ജാതികളുടെ കാലം തികയുവോളം. ജാതികളുടെ കാലം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമുക്കറിയാം ആരംഭിക്കുന്നത് നെബൂഖദ്നേസർ രാജാവ് യെരുശലേം ആക്രമിച്ച് കീഴടക്കിയ സമയം മുതലാണ്. അപ്പം യെരുശലേം ആരുടെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ജാതികളുടെ കാലത്തിന്റെ ആരംഭം. ജാതികളുടെ കാലമായിരിക്കുന്നത് യെരുശലേം ആരുടെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇനി അവസാനിക്കുന്ന, അഥവാ യെരുശലേം പൂർണ്ണമായിട്ട് യഹൂദന്മാരുടെ കയ്യിൽ അഥവാ ഇസ്രായേലിന്റെ കയ്യിൽ വരുന്ന സമയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയോട് ചേർന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ജാതികളുടെ കാലം എന്ന് പറയുന്നത് നമുക്കറിയാം, നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേൽ അഥവാ യെരുശലേം യെരുശലേം ആക്രമിച്ച് കീഴടക്കിയ സമയം മുതൽ കർത്താവായ യേശു ക്രിസ്തു വരെയുള്ള കാലഘട്ടത്തെയാണ് ജാതികളുടെ കാലം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ 7-ാം അധ്യായം ജാതികളുടെ കാലത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന വിവരണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാസ്തവത്തിൽ നമ്മൾ ദാനിയേൽ പ്രവചനം നോക്കിയാൽ ദാനിയേൽ പ്രവചനത്തിലുള്ള പ്രവചനങ്ങളെല്ലാം തന്നെ ജാതികളുടെ കാലത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന വിവരണങ്ങളാണ്. നമ്മൾ നോക്കിയാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ പ്രവചനങ്ങളൊക്കെ വാസ്തവത്തിൽ യഹൂദനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രവചനങ്ങളുള്ളത് എന്ന് വന്നാലും, എന്ന് വെച്ചാൽ ലോകരാഷ്ട്രങ്ങളെല്ലാം ആ പ്രവചനങ്ങളിൽ ഉൾക്കൊള്ളുന്നു എന്ന് വന്നാലും, അഥവാ ഇനി ഭാവിയെക്കുറിച്ച്, ലോകത്തിന്റെ ഭാവിയെക്കുറിച്ച് ഭാവിയിൽ ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ഒരു സ്ഥാനമുണ്ട് എന്ന് വന്നാലും അതെല്ലാം തന്നെ യഹൂദനുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഏതെങ്കിലും ഒരു വിധത്തിൽ യഹൂദനുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ നോക്കിയ 2-ാം അധ്യായത്തിൽ നമ്മൾ 4 സാമ്രാജ്യത്തെക്കുറിച്ച് പഠിച്ചതാ അല്ലേ? 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തിൽ 4 സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. ആ ബിംബത്തിൽ സ്വർണം, വെള്ളി, ബ്രാസ് അഥവാ താമ്രം, പിന്നെ ഇരുമ്പ്, ഇതൊക്കെ നമ്മൾ കണ്ടതാ. 4 സാമ്രാജ്യങ്ങൾ. അത് തന്നെയാണ് 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പക്ഷേ അതിനെക്കാട്ടിൽ വളരെയധികം കൂടുതൽ ഡിസ്ക്രിപ്റ്റീവായിട്ട്, വളരെയധികം കൂടുതൽ വൈഡർ ആയിട്ട് നമുക്ക് 7-ാം അധ്യായത്തിൽ കാണാനായിട്ട് കഴിയും. 2-ാം അധ്യായത്തിൽ അതിന്റെ ഒരു ചെറിയ ഒരംശം മാത്രമേ നമുക്ക് ലഭിച്ചുള്ളൂ. നമ്മൾ നോക്കിയാൽ 2-ാം അധ്യായത്തിൽ കാണുന്ന സാമ്രാജ്യങ്ങൾ, 4 സാമ്രാജ്യങ്ങളെ കുറിച്ച് നെബൂഖദ്നേസർ കണ്ടപ്പോൾ വളരെ സുന്ദരമായിരിക്കുന്ന ഒരു ബിംബമായിട്ടാണ് കണ്ടതല്ലേ? ഒരു സ്വർണം തലയുള്ളതായിരിക്കും, വളരെ മനോഹരമായ ബിംബം. പക്ഷേ ഇവിടെ ദാനിയേൽ കാണുമ്പോൾ, ഈ അധ്യായത്തിൽ ദാനിയേൽ കാണുമ്പോൾ വളരെ ഭയാനകമായിരിക്കുന്ന മൃഗങ്ങളായിട്ടാണ് ഈ 4 സാമ്രാജ്യങ്ങളെ കാണുന്നത്. വാസ്തവത്തിൽ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരു ദൈവ മനുഷ്യൻ ഈ ലോകത്തെ കാണുമ്പോൾ ആ ലോകത്തിൽ ഒന്നും അവന് അനുയോജ്യമായിട്ട്, അവന് അനുകൂലമായിട്ട് ഒന്നും കാണാനായിട്ട് സാധിക്കത്തില്ല. എന്നാൽ ഒരു ലോക മനുഷ്യൻ ലോകത്തെ കാണുമ്പോൾ എല്ലാം നല്ലതാ അല്ലേ? അവർക്കെല്ലാം നല്ലതാ. പക്ഷെ ഒരു ദൈവ മനുഷ്യൻ
ഈ ലോകത്തെ കാണുമ്പോൾ, ലോക സാമ്രാജ്യങ്ങളെ കാണുമ്പോൾ അത് ഈ ദാനിയേൽ കണ്ടതുപോലെ ഘോരമായിരിക്കുന്ന മൃഗങ്ങൾ, കടിച്ചു കീറുന്ന മൃഗങ്ങളായിട്ട് അവനെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ആദ്യം പഠിച്ചപ്പോൾ ഒരു കാര്യം നമ്മൾ കണ്ടു. 7-ാം അധ്യായം വരെ, 6-ാം അധ്യായം 1 തൊട്ട് 6 അധ്യായം വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങൾ, അവിടെ ദാനിയേലിനെ കുറിച്ച് എഴുതുമ്പം അവൻ തേർഡ് പേഴ്സണിലാണ് എഴുതുന്നത്. നമ്മൾ 1-ാം അധ്യായം പഠിച്ചപ്പോൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ കണ്ടതാണ്. 7-ാം അധ്യായത്തിന് 1-ാം വാക്യം വരെയും അങ്ങനെ തന്നെയാണ്. അവൻ എന്ന അർത്ഥത്തിലാണ് 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അതിനുശേഷമുള്ളതായിരിക്കുന്ന ഭാഗങ്ങളിൽ അവിടെ ദാനിയേൽ തന്നെ പരിചയപ്പെടുന്ന ഞാൻ എന്ന. അതുകൊണ്ട് നമ്മൾ ഓർത്തതുപോലെ പല പഠിതാക്കളും, പഠിതാക്കൾ എന്ന് പറയുന്നതിനെക്കാട്ടി നിരൂപകന്മാർ അവർ വിചാരിച്ചിരിക്കുന്നത് ദാനിയേൽ പ്രവചനം ആദ്യത്തെ 6 അധ്യായങ്ങൾ വാസ്തവത്തിൽ ദാനിയേൽ എഴുതിയതല്ല, ആരോ എഴുതിയതാണ്. അടുത്ത 6 അധ്യായങ്ങളാണ് ദാനിയേൽ എഴുതിയത് എന്ന് നിരൂപണം ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് ശരിയല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെ ദാനിയേൽ പ്രവാചകനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് യാതൊരു സംശയവുമില്ല, ദാനിയേൽ പ്രവചനം ആകമാനം മുഴുവനായി ദാനിയേൽ എഴുതിയതാണ്. ഇനി വേറൊരു പ്രശ്നം ഈ അധ്യായത്തിന്റെ ഉള്ളത് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഭാഗത്തേക്ക് വരാനായിട്ട് ശ്രമിക്കാം. ഈ അധ്യായത്തിന്റെ വേറൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ആക്യുറസിയ. ദാനിയേൽ പ്രവചനത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആക്യുറസിയ. അതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ നിരൂപകന്മാർക്ക് അതൊരു പ്രശ്നമാണ്. കാര്യം ഇത്ര ആക്യുറേറ്റ് ആയിട്ട്, പ്രിസൈസ് ആയിട്ട് എങ്ങനെയാണ് ഒരാൾക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതായിരിക്കും സംശയം വാസ്തവത്തിൽ നിരൂപകന്മാർക്കുണ്ട്. എന്തുകൊണ്ടാ 7-ാം അധ്യായം പിന്നെ 8-ാം അധ്യായം ഒക്കെ നോക്കിയാൽ നമുക്കറിയാം, അത് വായിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും അത്ര ആക്യുറേറ്റ് ആയിട്ട് സംഭവങ്ങൾ ഇങ്ങനെ എടുത്ത് ഒരു കാണുന്നത് പോലെയാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് അത് അപ്പൊ കൃത്യതയാണ് വേദപുസ്തകത്തിന് കൃത്യതയും പ്രശ്നമാ, കൃത്യത ഇല്ലെങ്കിലും പ്രശ്നമല്ലേ? നിരൂപകന്മാർക്ക് കൃത്യത ഇല്ലെങ്കിൽ അത് അത് തെറ്റാന്ന് പറയും. ഇപ്പൊ കൃത്യതയും പ്രശ്നം തന്നെയാണ്. ഇതിന് ഏതാണ്ട് 50 വർഷത്തിലധികം മുമ്പ് കോരശ് രാജാവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതാണ്. യെശയ്യാവ് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൃത്യത എന്ന് പറയുന്നത് ഈ ഭാഗത്ത് മാത്രമല്ല, ദൈവവചനത്തിൽ അനേക സ്ഥലങ്ങളിൽ പ്രവചനങ്ങളുടെ ബന്ധത്തിൽ വളരെ ആക്യുറേറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകതയാണ്, വളരെ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു മൈനസ് പോയിന്റ് ആണ് എന്ന് നിരൂപകന്മാർ, ഈ ദാനിയേൽ പ്രവചനത്തെ കുറിച്ച് പറയുമ്പോൾ പഠിതാക്കൾ മാത്രമല്ല കേട്ടോ, നിരൂപകന്മാർ ഒരുപാട് പേരാണ്. നിരൂപകന്മാർ അവര് വിശ്വാസികളാവണം എന്നില്ല, അവര് ഈ സയൻസ് ഒക്കെ പഠിക്കുന്നത് പോലെ ദൈവവചനം പഠിക്കുന്ന നിരൂപകന്മാർ അവര് വാസ്തവത്തിൽ ഇതിനെ സംശയിക്കാനായിട്ട് ഇതിന്റെ കൃത്യത ഒരു കാരണം തന്നെയാണ്. നമ്മൾ നോക്കിയാൽ 7-ഉം 8-ഉം അധ്യായത്തിൽ ബെൽഷസ്സർ രാജാവിന്റെ 1-ാം ആണ്ട് എന്നൊക്കെയാ കാണുന്നത്. 1-ാം ആണ്ട്. 8-ാം അധ്യായത്തിൽ ബെൽഷസ്സർ രാജാവിന്റെ 3-ാം ആണ്ട് എന്നാ കാണുന്നത്. നമ്മൾ 5-ാം അധ്യായത്തിൽ അവിടെ ബെൽഷസ്സർ രാജാവ് ഒരു വിരുന്ന് ഒരുക്കി. അവിടെ മേനെ തെക്കേൽ ഊഫർസീൻ എന്ന എഴുത്ത് കണ്ടു. ആ രാത്രിയിൽ ബെൽഷസ്സർ രാജാവ് കൊല്ലപ്പെട്ടു. മേദ്യനായ ദാര്യാവേശ് 62 വയസ്സുള്ളവനായി രാജ്യഭാരം ഏറ്റു എന്ന് 5-ാം അധ്യായത്തിന് അവസാനം വായിക്കുന്നു. അപ്പൊ വാസ്തവത്തിൽ ഈ അധ്യായം 7-ഉം 8-ഉം അധ്യായങ്ങൾ നമുക്ക് നോക്കിയാൽ 5-ാം അധ്യായത്തിന് മുമ്പ് 4-ാം അധ്യായത്തിനും 5-ാം അധ്യായത്തിനും ഇടയ്ക്കായിരുന്നു വാസ്തവത്തിൽ വരേണ്ടത്. നമ്മൾ ഒരു കാര്യം കൂടെ, ദാനിയേൽ പ്രവചനം ഈ ഭാഗം എഴുതുമ്പോൾ 7-ാം അധ്യായം എഴുതുമ്പോൾ ദാനിയേലിന് ഏതാണ്ട് 68 വയസ്സ് ഉണ്ടാകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 68 വയസ്സുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യൻ. അതിന് മുമ്പുള്ളതായിരിക്കുന്ന 6-ാം അധ്യായത്തിൽ ദാനിയേൽ സിംഹക്കുഴി വീഴുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചായിരുന്നു. എത്ര വയസ്സുണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ടോ? എഴുതി വെച്ചാൽ എന്താ 82 വയസ്സെന്നാ നമ്മൾ പറഞ്ഞു. 82 ഇയേഴ്സ്. വളരെ വൃദ്ധനായിട്ടാണ് ദാനിയേൽ സിംഹക്കുഴി വീഴുന്നത്. അതിനൊരു 14 വർഷം മുമ്പാണ് താൻ ഈ ദർശനം കാണുന്നത്. നമ്മൾ വാസ്തവത്തിൽ നോക്കിയാൽ ഈ അനേക ദർശനങ്ങൾ, ഈ 4 ദർശനങ്ങൾ 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ദാനിയേൽ കണ്ടതായിരിക്കും 4 ദർശനങ്ങൾ. അതിൽ ആദ്യത്തെ ദർശനം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ 3 മൃഗങ്ങളെ കുറിച്ച്, ആദ്യത്തെ 3 മൃഗങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന ദർശനമാണ് ആദ്യത്തെ ദർശനം. ഈ അധ്യായത്തിൽ 4 ദർശനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ആദ്യത്തെ ദർശനം 3 മൃഗങ്ങളെ കുറിച്ചുള്ളതാണ്. അത് 3 സാമ്രാജ്യങ്ങളാണ് എന്നറിയാം. 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. 7-ഉം 8-ഉം വാക്യം 4-മത്തെ മൃഗം, അതിന്റെ 10 കൊമ്പ്, ചെറിയ കൊമ്പ്, ഈ വിഷയങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന 4-മത്തെ സാമ്രാജ്യം, അതിന്റെ ചെറിയ കൊമ്പ് എന്നൊക്കെ പറയുന്ന ഫ്യൂച്ചറിൽ സംഭവിക്കാനുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് 7-ഉം 8-ഉം വാക്യങ്ങൾ. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ 3-മത്തെ ദർശനം, അവിടെ ന്യായാസനങ്ങളുടെ ദർശനം നമുക്ക് കാണാൻ കഴിയും.
വയോധികനായിരിക്കുന്ന ഒരുവൻ എന്ന് വെച്ചാൽ ഏൻഷ്യന്റ് ഓഫ് ഡേയ്സ്, പിതാവായ ദൈവം താൻ ന്യായാസനത്തിൽ ഇരിക്കുന്നതായ രംഗമാണ് നമ്മൾ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത്. 13ഉം 14ഉം വാക്യങ്ങളിൽ മനുഷ്യപുത്രനും അവരുടെ രാജ്യത്തും. വളരെ രസമാട്ടോ, ഈ ഭാഗം പഠിച്ചു വരുമ്പോൾ നല്ല രസമാണ്. നിങ്ങളും എനിക്ക് ആ രസം നിങ്ങളിലേക്ക് പകരാൻ കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളും കൂടെ വായിച്ച് പഠിച്ചാൽ വളരെ രസകരമാണ്. വാസ്തവത്തിൽ മറ്റ് ഭാഗങ്ങളിൽ ഒന്നും ലഭിക്കാത്തതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ തന്നെ ലഭിക്കും. മറ്റ് തിരുവചനത്തിൽ ലഭിക്കാത്ത ഒരുപാട് വസ്തുതകൾ ഈ ഭാഗത്ത് നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യത്തെ 6 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ആദ്യത്തെ 6 വാക്യങ്ങൾ, അവിടെ ആദ്യത്തെ 3 മൃഗങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന വിവരണമാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ 6 വാക്യങ്ങൾ. ബാബേൽ രാജാവായ ബേൽഷസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞതെന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എൻ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ കരേറി വന്നു. 1-ാമത്തേത് സിംഹത്തോട് സദൃശ്യവും കഴുകൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന് ചിറക് പറഞ്ഞുപോയി. അതിനെ നിലത്തുനിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി അതിന് മാനുഷ ഹൃദയം കൊടുത്തു. 2-ാമത് കരടിയുടെ സദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അത് ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയില കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു. അവർ അതിനോട്, എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുതകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. അത്രയും വരെ മതി. അതാണ് ആദ്യത്തെ 3 മൃഗങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന വിവരണങ്ങൾ. 1-ാം വാക്യം ശ്രദ്ധിക്കാം. ബാബേൽ രാജാവ് ബേൽഷസ്സറിന്റെ 1-ാം ആണ്ടിൽ, അതേതാണ്ട് ക്രിസ്തുവിന് ഒരു 555 വർഷം മുമ്പുള്ളതായിരിക്കുന്ന കാര്യമാണ്. ക്രിസ്തുവിന് 555 വർഷം. ഇവിടെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. സാധാരണ നമുക്കറിയാം, സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴും, ദർശനം എന്ന് പറയുന്നത് ഉണർന്നിരിക്കുമ്പോഴും കാണുന്നത്. അങ്ങനെയാ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സ്വപ്നം എന്ന് പറയുന്നത് ഉറങ്ങുമ്പോഴും, ദർശനം എന്ന് പറയുന്നത് ഉണർന്നിരിക്കുമ്പോഴും. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദാനിയേൽ സ്വപ്നം കണ്ടു, തനിക്ക് ദർശനമുണ്ട് എന്ന് വെച്ചാൽ, ഞാൻ വിചാരിക്കുന്നത് ദർശനം പോലെയോ അല്ലെങ്കിൽ ദർശനം താൻ ഒരു സെമി സ്ലീപ്പ് മോഡിലായിരിക്കുമ്പോഴായിരിക്കണം ഒരുപക്ഷെ ദാനിയേൽ ഈ ദർശനങ്ങൾ കാണുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ വായിക്കുന്നു, ഉടനെ അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. എന്ന് വെച്ചാൽ കണ്ട സ്വപ്നം താൻ എഴുതി, അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ 7-ാം അധ്യായത്തിൽ താൻ വിവരിച്ചു പറഞ്ഞുള്ളൂ എന്ന് സാരം. അപ്പം ബൽശസ്സർ രാജാവിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു ദിവസം താൻ സ്വപ്നം കണ്ടു, ദർശനം കണ്ടു. ആ ദർശനത്തിന്റെ കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. 2-ാം വാക്യം ദാനിയേൽ വിവരിച്ചു പറഞ്ഞതെന്നാൽ, ഞാൻ രാത്രിയിൽ എൻ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. മഹാസമുദ്രം എന്ന് ദൈവവചനത്തിൽ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മെഡിറ്ററേനിയൻ സീയെ കുറിച്ചാണ്. മഹാസമുദ്രം എന്ന് എഴുതിയിരിക്കുന്നത് മെഡിറ്ററേനിയൻ സീയെ കുറിച്ചാണ്. നമ്മൾ വാസ്തവത്തിൽ ദാനിയേൽ പ്രവചനം വായിച്ചാൽ, ദാനിയേൽ പ്രവചനത്തിന് വിവിധ കമന്ററികളും വിവിധ പുസ്തകങ്ങളും വായിച്ചാൽ എല്ലാ പുസ്തകത്തിലും ഇന്റർപ്രിട്ടേഷനിൽ വ്യത്യാസം കാണും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ദാനിയേൽ പ്രവചനത്തിൽ എല്ലാം ആക്യുറേറ്റ് ആയിട്ട് പിൻ പോയിന്റ് ചെയ്തായിരിക്കത്തില്ല പലപ്പോഴും എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പലരും ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ടാകും എന്നുള്ളത് വാസ്തവം. അതുകൊണ്ട് നമുക്ക് അനുകൂലമായി അഥവാ നമുക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നുന്നത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ആകാശം 4 കാറ്റ് മഹാസമുദ്രം നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം മഹാസമുദ്രം എന്ന് വെച്ചാൽ മെഡിറ്ററേനിയൻ സീയ. സംഖ്യാപുസ്തകം 34-ാം അധ്യായത്തിൽ അവിടെ യഹോവയ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുമ്പോ അവരുടെ അതിര് പറയുന്നുണ്ട്. അവിടെ അതിര് പറയുമ്പോൾ മെഡിറ്ററേനിയൻ സീയെ മഹാസമുദ്രം എന്ന രേഖ, ഞാനിവിടെ കുറച്ച് വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ വാക്യങ്ങളിൽ മഹാസമുദ്രം എന്ന് മെഡിറ്ററേനിയൻ സീയെ പറഞ്ഞിരിക്കുന്നത്. ചില ആൾക്കാർ വാസ്തവത്തിൽ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അവിടെ വെള്ളം എന്നതിന്റെ 17-ാം അധ്യായത്തിൽ വെള്ളം എന്നതിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് കാണാൻ കഴിയും. വെള്ളം എന്നതിന്റെ 17-ാം അധ്യായത്തിൽ അത് ഞാൻ വായിക്കാം. 17-ാം അധ്യായം 15-ാം വാക്യം. പിന്നെ അവൻ എന്നോട് പറഞ്ഞത്, നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ.
അപ്പൊ ചില ആൾക്കാർ വിചാരിക്കും ഇവിടെ മഹാസമുദ്രം എന്ന് എഴുതിയിരിക്കുന്നത് വാസ്തവത്തിൽ ഈ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പുരുഷാരവും അതുപോലെ തന്നെ വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളുമാണ്. പക്ഷെ നമ്മൾ ഈ ഭാഗം വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചാൽ അവിടെ നമുക്കറിയാം, നീ കണ്ടതും വേശ്യയിരിക്കുന്നതുമായ, വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം എന്ന് പറയുന്നത് ദൈവമില്ലാത്തതായിരിക്കുന്ന സഭ അഥവാ സ്യൂഡോ റിലിജിയൻ, സഭ എന്ന് പറയുന്നത് സ്യൂഡോ റിലിജിയൻ, ദൈവമില്ലാത്തതായിരിക്കുന്ന മതത്തിന്റെ ന്യായ വിധിയാണ് 17-ാം അധ്യായത്തിൽ. അപ്പം അതിനുള്ള ബന്ധത്തിലാണ് ഈ ഡെഫിനിഷൻ നമുക്ക് വെള്ളത്തെക്കുറിച്ച് കാണാൻ കഴിയുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ മഹാസമുദ്രം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ സമുദ്രമാണ് എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയും. വാസ്തവത്തിൽ ഈ രാഷ്ട്രങ്ങളെല്ലാം തന്നെ, ഈ 4 സാമ്രാജ്യങ്ങളും ഓരോ വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ മെഡിറ്ററേനിയൻ സമുദ്രവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടതായിരിക്കുന്ന സാമ്രാജ്യങ്ങളാണ്. അവിടെ നമ്മൾ കാണുന്നു 4 കാറ്റ്, ആകാശത്ത് 4 കാറ്റ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആകാശത്തിലെ 4 കാറ്റ്, 4 കാറ്റ് എന്ന് പറയുന്നത് ലോകത്തെ ആകമാനം കാണിക്കാനുള്ളതായിരിക്കുന്ന എന്താ യോശുവ 42:10 നോക്കണോ? യോശുവയ്ക്ക് 47-അല്ലേ? എന്നാ ഞാനത് അത് ശ്രദ്ധിച്ചില്ല കേട്ടോ, നമുക്ക് നോക്കാം. അത് എനിക്ക് വന്നത് ഇനി പ്രവചനങ്ങളിലായിരിക്കാനാ സാധ്യത. യോശുവ അല്ല, സോറി, അത് ഞാൻ എഴുതിയില്ല. അത് എവിടെയാന്നുള്ള എഴുതിയില്ല. യോശുവയ്ക്ക് 47 അത് ഞാൻ പറയാം കേട്ടോ. അപ്പോ 4 കാറ്റ്, 4 എന്ന് പറയുന്നത് വാസ്തവത്തിൽ ലോകത്തിന്റെ 4 ഭാഗങ്ങളെ കുറിച്ചാണ് എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. സൗത്ത്, വെസ്റ്റ്, നോർത്ത്, ഈസ്റ്റ് ആയിരിക്കുന്ന 4 ഭാഗങ്ങളായിട്ട് നമുക്ക് ആണ് എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും. ലോകത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്നു എന്നർത്ഥം. അവിടെ നമ്മൾ കാണുന്നു, ദാനിയേൽ, ഞാൻ രാത്രിയിൽ ദർശനം കണ്ടത് ആകാശത്തെ 4 കാറ്റും മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. ആകാശത്ത് നിന്നാണ് കാറ്റ് വരുന്നത്, അല്ലേ? ആകാശത്തെ കാറ്റ്. അപ്പം ലോകത്തിന്റെ ഗതിയെ, ലോകത്തെ ആകമാനം, ലോകത്തിന്റെ സാമ്രാജ്യത്തിന്റെ ഗതികളെ നിശ്ചയിക്കുന്നതും എസെക്കിയേൽ പ്രവചനമായിരിക്കാൻ സാധ്യതയുണ്ട്. അത് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. എസെക്കിയേൽ അല്ലേ? എസെക്കിയേൽ പ്രവചനം. ആകാശത്ത് നിന്ന് കാറ്റ് വരുന്നു എന്നതിന്റെ അർത്ഥം ദൈവമാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പം ദ 4 winds of the heavens strove or struggled upon the great sea, വളരെ ശക്തമായിട്ട് അടിച്ചു എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ. മലയാളത്തില് സമുദ്രം നേരെ അടിക്കുന്നു എന്നുള്ളൂ. എന്ന് വെച്ചാൽ ദൈവം വളരെ ദൈവത്തിന്റെ കൈ ഈ രാഷ്ട്രങ്ങളിലുണ്ട് എന്ന് വന്നാലും, അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ വളരെ പ്രക്ഷുബ്ധമായിരിക്കുന്ന, വളരെ അശാന്തിയുള്ളതായിരിക്കുന്ന സാമ്രാജ്യങ്ങളാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. യുദ്ധവും കീഴടക്കലും കൊണ്ട് പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ ഉയർന്നു വന്ന 4 സാമ്രാജ്യങ്ങളെയാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ അത് ഭാഗം ഒന്നുകൂടെ വായിക്കാം. ആകാശത്തെ 4 കാറ്റും മഹാസമുദ്രം നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. ആകാശം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ കൈയുള്ളതായിരിക്കും, ദൈവത്തിന്റെ കരങ്ങളാണ് നിയന്ത്രിക്കുന്നത്. ലോകമാകമാനം ഉള്ളതായിരിക്കുന്ന പ്രതിഭാസമാണ് എന്ന് മാത്രമല്ല, നമ്മൾ കണ്ട എന്താ, അത് മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു എന്ന് വെച്ചാൽ മെഡിറ്ററേനിയൻ സീയില് എന്ന് വെച്ചാൽ മെഡിറ്ററേനിയൻ സീയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന രാഷ്ട്രങ്ങളിലേക്ക് അത് വരുന്നത്, അടിക്കുന്നത് ദാനിയേൽ കാണുകയാണ്. അവിടെ 3-ാം വാക്യം, അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരേറി വന്നു. തമ്മിൽ ഭേദിച്ചിരിക്കുന്ന എന്ന് വെച്ചാൽ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള, വളരെ വ്യത്യസ്തമായിരിക്കുന്ന 4 മൃഗങ്ങളെയാണ് ദാനിയേൽ കാണുന്നത്. 1-ാമത്തെ മൃഗം 4-ാമത്തെ വാക്യം, 1-ാമത്തേത് സിംഹത്തോട് സദൃശ്യവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറഞ്ഞുപോയി. അതിനെ നിലത്തു നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി അതിന് മാനുഷ്യ ഹൃദയവും കൊടുത്തു. അതാ ഇംഗ്ലീഷിൽ, ദ ഫസ്റ്റ് വാസ് ലൈക്ക് എ ലയൺ ആൻഡ് ഹാഡ് ഈഗിൾസ് വിങ്സ്. ഐ ബിഹെൽഡ് till the wings thereof were plucked, and it was lifted up from the earth and made stand upon the feet as a man, and a man's heart was given to it. 1-ാമത്തെ സിംഹത്തോട് സദൃശ്യവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. നമുക്ക് ഇവിടെ ഒരു പടം കാണാൻ സാധിക്കും. ഈ പടത്തിൽ സിംഹത്തിന്റെ ഒരു പടം നമുക്ക് കാണാം. സിംഹത്തിന്റെ പടം അവിടെ സിംഹത്തോട് സദൃശ്യം,
കഴുകിന്റെ ചിറക്, അതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ സമുദ്രം കാണാനായിട്ട് സാധിക്കും. സമുദ്രത്തിൽ കയറി വരുന്നതായിരിക്കുന്ന മൃഗം എന്ന് വെച്ചാൽ സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന മൃഗം എന്നു സാരം. ഇവിടെ നമ്മൾ ഇതേ കാര്യം തന്നെ ഇത് നമുക്കറിയാം, ഇത് ബാബിലോൺ സാമ്രാജ്യത്തെയാണ് കാണിക്കുന്നത്. നമ്മൾ നെബൂഖദ്നേസറിന്റെ സ്വപ്നത്തിൽ അവിടെ നമ്മൾ കണ്ടതായിരിക്കുന്ന ബിംബത്തിൽ ഇവിടെ സ്വർണ്ണ തല നമ്മൾ കണ്ടു. അതാണ് ബാബിലോൺ എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് ഇടയായി. ബാബിലോൺ സ്വർണ്ണ തലയാണ് നെബൂഖദ്നേസർ സിംഹത്തിൽ. അപ്പൊ നോക്കൂ, വ്യത്യാസം നോക്ക്. ദാനിയേൽ ഇത് കാണുമ്പോൾ വളരെ ഘോരമായിരിക്കുന്ന ഒരു സിംഹമായിട്ട് ദാനിയേൽ ഇത് കാണുന്നു. പക്ഷേ നെബൂഖദ്നേസർ കാണുമ്പോൾ വളരെ മനോഹരമായിരിക്കുന്ന ഒരു തലയായിട്ടാണ് ഈ സാമ്രാജ്യത്തെ കാണുന്നത്, ബാബിലോൺ സാമ്രാജ്യം. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട രാജാവ് നെബൂഖദ്നേസറാണ്. സിംഹവും കഴുകനും നമ്മൾ കണ്ടു, കഴുകന്റെ ചിറക് പോലെ അല്ലേ? കഴുകൻ ചിറകുള്ളതുമായിരുന്നു. കഴുകന്റെ ചിറക്, ഇത് രണ്ടും വാസ്തവത്തിൽ ബാബിലോണിന്റെ ചിഹ്നം തന്നെയാണ്, ബാബിലോണിന്റെ ചിഹ്നമാണ്. അവിടെ ഞാനൊരു പടം കാണിച്ചിട്ടുണ്ട്. ഇത് ഇമേജ് എബവ് ഇസ് ഫൗണ്ട് ഓൺ ദ ഇഷ്ടാർ ഗേറ്റ്. ബാബിലോൺ സിറ്റിക്ക് പല ഗേറ്റുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗേറ്റുകളിൽ ഒന്നാണ് ഇഷ്താർ ഗേറ്റ്. ബാബിലോൺ നെബൂഖദ്നേസർ രാജാവ് 575 ക്രിസ്തുവിന് 575 വർഷം മുമ്പ് താൻ പണികഴിച്ചതായിരിക്കുന്ന ബാബിലോണിന്റെ ഈ ഗേറ്റ്, അത് തന്നെയാണ് കേട്ടോ. അതേ ഗേറ്റ് തന്നെ ഇന്ന് ആർക്കിയോളജിസ്റ്റ് കുഴിച്ചെടുത്ത് അവര് റീകൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ പടം. അവിടെ കാണാം നമുക്ക് ഈ ഗേറ്റിൽ അനേക സിംഹത്തിന്റെ പടം ഈ ഇഷ്താർ ഗേറ്റിലുണ്ട്. അവിടെ നമുക്ക് വാസ്തവത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഈ ചിറകും കാണാൻ കഴിയും അല്ലേ? കാണാൻ കഴിയത്തില്ലയോ? ചിറക് കാണാൻ കഴിയും. വാസ്തവത്തിൽ അവിടെ ഒരു കഴുകന്റെ ചിറകും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പം ഒന്നാമത്തെ സിംഹത്തോട് സദൃശ്യവും കഴുകൻ ചിറകുള്ളതുമായിരുന്നു. ബാബിലോൺ രാജാക്കന്മാരുടെ അഥവാ അവരെ കാണിക്കുന്നത്. നമ്മൾ വാസ്തവത്തിൽ വേറെ ഭാഗങ്ങൾ നോക്കി, യെരമ്യാ പ്രവചനത്തിലൊക്കെ നോക്കിയാൽ അവിടെയും ബാബിലോണിനെ കുറിച്ച് പറയുമ്പം സിംഹം എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്, സിംഹം എന്ന് പറയുന്നുണ്ട്. അപ്പം സിംഹം ബാബിലോണെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ സിംഹം മുഖമല്ല, രൂപസാദൃശ്യമാണ്. എന്ന് വെച്ചാൽ കേവലം സിംഹത്തിന്റെ മുഖമല്ല, സിംഹത്തെ തന്നെയാണ് ഇവിടെ ദാനിയേൽ കാണുന്നത്. നമ്മൾ ഇതിന് മുമ്പുണ്ടാക്കിയ ചാർട്ടില് ബാബിലോൺ BC 605 ബാബിലോൺ സാമ്രാജ്യം, നിയോ ബാബിലോൺ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. നെബൂഖദ്നേസർ രണ്ടാമനാണ് പ്രധാനപ്പെട്ട രാജാവ്. സിംഹമാണ് നമ്മൾ കണ്ടതായിരിക്കുന്ന, അതിനെ കാണിക്കുന്നതിന് മൃഗം. അതിന്റെ സ്വഭാവം ഓട്ടോക്രസി എന്ന് വെച്ചാൽ ഏകാധിപത്യമാണ് അതിന്റെ സ്വഭാവം. നമ്മൾ കണ്ടതായിരിക്കുന്ന ഈ നമ്മൾ കണ്ട നെബൂഖദ്നേസർ കണ്ട ബിംബത്തിൽ തലയാണ്, സ്വർണമാണ്. 19.3 ആണ് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഇത് നമ്മൾ പഠിച്ചതാണ്, ഒന്ന് ഓർപ്പിക്കുന്നു എന്ന് മാത്രം. ഇനി സിംഹത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ ക്രൂരത, അതിന്റെ ഏകാധിപത്യമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വാസ്തവത്തിൽ ലത്തീൻ ഭാഷയിൽ ലത്തീൻ വൾഗേറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ലത്തീൻ വൾഗേറ്റ് എന്ന് പറയുന്നത് ലത്തീൻ ഭാഷയിൽ, അതായത് കത്തോലിക്കരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ബൈബിൾ ആണ് ലത്തീൻ വൾഗേറ്റ് എന്ന് പറയുന്ന ബൈബിൾ. കത്തോലിക്കരുടെ ഏതാണ്ട് ക്രിസ്തുവിന് ശേഷം ഒരു AD 200-300 എഴുതിയ വിവർത്തനം ചെയ്യപ്പെട്ടതായിരിക്കും ബൈബിൾ ആണ് ലത്തീൻ വൾഗേറ്റ്. വൾഗേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം കോമൺ എഡിഷൻ എന്നേ ഉള്ളൂ. വൾഗേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം കോമൺ എഡിഷൻ എന്നേ ഉള്ളൂ. ആ വാക്ക് നമുക്ക് വേറെ രീതിയിലും വേറെ സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ലാറ്റിൻ വൾഗേറ്റ് എന്ന് പറയുന്നത് ലത്തീൻ ഭാഷ എഴുതപ്പെട്ടതായിരിക്കുന്ന കത്തോലിക്കരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ബൈബിൾ ആയിരുന്നു. അനേക നൂറ്റാണ്ടുകൾ തന്നെ അത് എഴുതിയത് സെന്റ് ജെറോം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പ്രീസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് അത് മെയിനായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതുപോലെ ഗ്രീക്ക്, അറബിക് ഭാഷകളിൽ അവിടെ സിംഹം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പെൺസിംഹം എന്ന അർത്ഥത്തില്ല, പെൺസിംഹം. നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ പ്രകൃതി ശാസ്ത്രജ്ഞന്മാര്, ജന്തുശാസ്ത്രന്മാർ പറയുന്ന പെൺസിംഹത്തിനാണ് ആൺസിംഹത്തെക്കാട്ടിൽ ശൗര്യം കൂടുതലെന്നാണ് അവര് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പെൺസിംഹം എന്നാണ് ആ ഭാഷകളിൽ ഈ വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് എനിക്ക് കാണാനായിട്ട് ഇടയായി. ഇനി ഈ ഭാഗത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പം സിംഹത്തോട് സദൃശ്യം കഴുകൻ ചിറക്, നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറഞ്ഞുപോയി. ചിറക് എന്ന് പറയുന്നത് നമുക്കറിയാം എപ്പോഴും വേഗതയാ കാണിക്കുന്നത്. ഈ നെബൂഖദ്നേസർ രാജാവും അതുപോലെ നിയോ ബാബിലോൺ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് വാസ്തവത്തിൽ നെബൂഖദ്നേസർ പിതാവാണെങ്കിൽ നെബൂഖദ്നേസർ ആണ്
ഏറ്റവും പ്രധാനമായിട്ട് ബാബിലോൺ സാമ്രാജ്യം സ്ഥാപിച്ചത്. അത് വളരെ വേഗം തന്നെ ചില രാഷ്ട്രങ്ങളെ താൻ കീഴടക്കുവാനായിട്ടിടയായി. പക്ഷെ അത് മാത്രമല്ല കേട്ടോ, അവരുടെ വേഗത എന്ന് പറയുന്ന അവരുടെ തീരുമാനങ്ങൾ, അവരുടെ ഡിസിഷൻ മേക്കിംഗ് വളരെ വേഗമാണ്. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ ബാബിലോൺകാരുടെ സ്വഭാവം എങ്ങനെയാ? ഓട്ടോക്രസി. എന്താ, ഇന്നൊരു കാര്യം തീരുമാനിച്ചാൽ രാത്രിയിലാണ് രാജാവ് സ്വപ്നം കണ്ടെങ്കിൽ രാത്രി തന്നെ എല്ലാവരെയും വിളിച്ചു വരുത്തും, രാത്രി തന്നെ എന്റെ ആൻസർ പറയാൻ പറയും, രാത്രി പറഞ്ഞില്ലെങ്കിൽ രാവിലെ നിങ്ങളെ കൊന്നുകളയെന്ന് പറയും. ഇതാ അവരുടെ സ്വഭാവം. വളരെ വേഗമാണ് ഈ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ സ്വഭാവം. അതുകൊണ്ടാണ് അതിന് ചിറകിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നു ചിറക് പറഞ്ഞുപോയി എന്ന് കാണുന്നു. ചിറക് പറഞ്ഞു എന്ന് വെച്ചാൽ അതിന് പ്രധാനപ്പെട്ടതായ രാജാവായിരിക്കും നെബൂഖദ്നേസറിന് വന്ന രോഗത്തെക്കുറിച്ചാണ് എന്നാണ് വിചാരിക്കുക. രോഗത്തെക്കുറിച്ച് വളരെ വേഗം ഈ ബാബിലോൺ സാമ്രാജ്യം ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് നെബൂഖദ്നേസർ രാജാവിന് നമുക്കറിയാം രോഗം വന്നു. 7 വർഷക്കാലം തനിക്ക് രാജ്യഭാരം ചെയ്യുവാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതറിയാം. അത് ചിറക് പറഞ്ഞു, അതിന്റെ വേഗത അവസാനിച്ചു. വാസ്തവത്തിൽ നെബൂഖദ്നേസർ രാജാവ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ചാർട്ട് നമ്മൾ കണ്ടതാണ്. നെബൂഖദ്നേസർ രാജാവ് കഴിഞ്ഞ് നെബൂഖദ്നേസർ രാജാവിന്റെ മകൻ വന്നു, താൻ 2 വർഷം ഭരിച്ചു. പിന്നെ നെബൂഖദ്നേസർ രാജാവിന്റെ മരുമകൻ വന്നു, താൻ 4 വർഷം ഭരിച്ചു. പിന്നെ ആ ആളുടെ മകൻ വന്നു, പിന്നെ അയാൾ 3 മാസമേ ഭരിച്ചുള്ളൂ. അതിനുശേഷം നെബൂഖദ്നേസർ എന്ന് പറയുന്ന നെബൂഖദ്നേസർ രാജാവിന്റെ വേറൊരു മരുമകൻ വന്നു. എന്ന് വെച്ചാൽ സാമ്രാജ്യങ്ങൾ ശക്തി ക്ഷയിച്ചു പോയി എന്നുള്ളതാണ്. നെബൂഖദ്നേസറിന് ശേഷം ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ശക്തി ഒന്നൊന്നായിട്ട് ക്ഷയിച്ചു പോയി. അത് നമ്മളിവിടെ കാണുന്നത്. ചിറക് പറഞ്ഞുപോയി, അതിന്റെ വേഗത അവസാനിച്ചു. വളരെ വേഗത്തിൽ ഈ സാമ്രാജ്യം പൊക്കൊണ്ടിരുന്നപ്പോ വളരെ വേഗം ആ സാമ്രാജ്യത്തിന്റെ ശക്തി നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി. അങ്ങനെ നെബൂഖദ്നേസറിന് രോഗം വന്നു. അതിനുശേഷം നമുക്കറിയാം അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി, അല്ലെ? രാജാവിനെ വീണ്ടും രാജ്യസ്ഥാനത്തേക്ക് യഥാസ്ഥാനപ്പെടുത്തി എന്നുള്ളത് നമുക്കറിയാം. തന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം, അവന് മാനുഷ്യ ഹൃദയം കൊടുത്തു. നമ്മൾ വാസ്തവത്തിൽ 4-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ അവിടെ നെബൂഖദ്നേസർ വന്ന വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥന രാജാവിനെ സ്തുതിച്ചു പുകഴ്ത്തി ബഹുമാനിക്കുന്നു. അവന്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവുമാകുന്നു. നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്തുവാനും അവൻ പ്രാപ്തൻ തന്നെ. അനേക പ്രാവശ്യം വാസ്തവത്തിൽ ഇതിനു മുമ്പ് നെബൂഖദ്നേസർ രാജാവിനോട് ദൈവം പറഞ്ഞതാണ്, ദൈവം കാണിച്ചു കൊടുത്തതാണ് ഈ ദൈവത്തിന്റെ മഹത്വം കാണിച്ചു കൊടുത്തത്, അല്ലേ? അതിനു മുമ്പ് വാസ്തവത്തിൽ സ്വപ്നം കണ്ടപ്പോ കാണിച്ചു കൊടുത്തു, പിന്നെ ബിംബം കണ്ടപ്പോ തീയുടെ കാര്യത്തിലുള്ള ബന്ധത്തിൽ ദൈവം കാണിച്ചു കൊടുത്തു. അങ്ങനെ ഓരോ കാര്യത്തിലും ദൈവത്തിന് കാണിച്ചു കൊടുത്തെങ്കിലും നെബൂഖദ്നേസർ രാജാവിന് വാസ്തവത്തിൽ ഈ ദൈവത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ദൈവം അവനെ നമ്മൾ പഠിച്ചതല്ലേ, അവനെ 7 വർഷത്തേക്ക് പുല്ല് തിന്നുന്ന അവസ്ഥയിലേക്ക് അവനെ കൊണ്ടുപോകുവാനായിട്ട്, ആ സൈക്കോളജിക്കൽ ഡിസോർഡറിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ഇടയായി. വാസ്തവത്തിൽ ഈ ഭാഗം വായിച്ചപ്പോൾ അത് എന്നെ വളരെയധികം ചിന്തിപ്പിക്കാനായിട്ട് ഇടയായി. അനേക പ്രാവശ്യം നമുക്ക് ദൈവം ഇങ്ങനെയുള്ളതായിരിക്കുന്ന വാർണിങ്സ് തരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തരും കേട്ടോ, വാർണിങ്സ് തരും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ദൈവം നമ്മെ കാണിച്ചു തരും. പക്ഷേ നമ്മുടെ ഹൃദയം ഫറവോൻ കഠിനമാക്കിയതുപോലെ കഠിനമാക്കും, വീണ്ടും വീണ്ടും കഠിനമാക്കും. അങ്ങനെ കഠിനമാക്കിയാൽ എന്തുണ്ടാവും? അവസാനം ദൈവം എന്ത് ചെയ്യും? ഈ അവസ്ഥയിലൂടെ കൊണ്ടുപോകും. ദൈവത്തിന് വേണമെങ്കിൽ നമ്മെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, അല്ലെ നമ്മെ യഥാസ്ഥാനപ്പെടുത്തണമെങ്കിൽ, ദൈവസന്നിധിയിൽ നമ്മെ കറക്റ്റ് ആക്കണമെങ്കിൽ ദൈവം അത് ചെയ്യും എന്നുള്ളതാണ്. വാസ്തവത്തിൽ നെബൂഖദ്നേസർ ജീവിതത്തിൽ നമുക്ക് അത് കാണാനായിട്ട് കഴിയും. ഇനി നമ്മൾ വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ അവിടെയും നമുക്ക് അന്ത്യക്രിസ്തുവിനുള്ള ബന്ധത്തിൽ നമുക്ക് 13-ാം അധ്യായം 2-ാം വാക്യത്തിൽ അവിടെയും സിംഹത്തെ കാണാനായിട്ട് കഴിയും. സിംഹം. നമ്മൾ വാസ്തവത്തിൽ ഈ നെബൂഖദ്നേസർ കണ്ട സ്വപ്നബിംബത്തിൽ രാഷ്ട്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് മാറി മാറി വന്നു, അല്ലേ? ആദ്യം സ്വർണ്ണ തലയുണ്ടായിരുന്നു, അത് മാറിയിട്ട് പിന്നെ വെള്ളിയുടെ വന്നു, അത് മേദ്യ പേർഷ്യ. അത് കഴിഞ്ഞിട്ട് ബ്രാസ് വന്നു, താമ്രം, അത് ഗ്രീക്ക് രാജാക്കന്മാര്. പിന്നെ ഇരുമ്പ് വന്നു. പക്ഷേ അവസാനം വരെ ഈ ബിംബം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇത് മാറിയെങ്കിലും ബിംബം അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? എല്ലാ കാലഘട്ടത്തിലും ഈ സ്വഭാവങ്ങൾ, ഈ പ്രീവിയസ് രാഷ്ട്രങ്ങളുടെ സ്വഭാവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുകയില്ല എന്നുള്ളതാണ്, അല്ലേ? വ്യത്യാസമില്ല. കാര്യം രാഷ്ട്രങ്ങൾ മാറും,
പക്ഷെ രാഷ്ട്രങ്ങളുടെ ഓട്ടോക്രസി, ബ്യൂറോക്രസി, മിലിറ്ററി ഇതെല്ലാം എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ നിലനിൽക്കും എന്നുള്ളതാണ്. 13-ാം അധ്യായം നോക്കൂ. അന്ന് അന്തിക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ 13-ാം അധ്യായം 2-ാം വാക്യം, ഇങ്ങനൊരു മൃഗത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഞാൻ ഇന്റർനെറ്റ് മുഴുവൻ പരതി നോക്കിയിട്ടോ ആരെങ്കിലും ഇങ്ങനൊരു മൃഗത്തെ വരച്ചിട്ടുണ്ടോ? എനിക്ക് പലരും വരച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ഒരു ഉപയോഗിക്കത്തക്കവണ്ണം ഒരു വരച്ച് ഞാൻ കണ്ടില്ല. കാര്യം അങ്ങനെ ഒരു മൃഗത്തെ വരയ്ക്കാൻ പോലും പ്രയാസമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ അത്? 1-ാം വാക്യം നോക്ക്. 10 കൊമ്പും 7 തലയും, കൊപ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമങ്ങൾ ഉള്ള ഒരു മൃഗം. അത് ആരെ കുറിച്ചാ പറയുന്നത്? അന്തിക്രിസ്തുവിനെ കുറിച്ചാ പറയുന്നത് അല്ലേ? സമുദ്രത്തിൽ നിന്ന് കയറുന്നത് കണ്ടു. അവിടെയും സമുദ്രം കേട്ടോ, കരയുന്നത് കണ്ടു. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യം, അതിന്റെ കാൽ കരയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അപ്പം അവിടെ യോഹന്നാൻ ഈ ദർശനം കാണുമ്പോൾ അവിടെ പുള്ളിപ്പുലിക്ക് സദൃശ്യം എന്ന് വെച്ചാൽ ഈ മൃഗത്തെ കാണുന്നത് പുള്ളിപ്പുലിയെ കാണുന്നത് പോലെ തന്നെയാ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അന്തിക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മിലിറ്ററി ആയിരിക്കും. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഭരണക്രമം മിലിറ്ററി ആയിരിക്കും, ഭരണക്രമം. അതോടൊപ്പം തന്നെ അതിനെ താങ്ങി നിർത്തുന്നത് എന്താ? കരടിയുടെ കാൽ എന്ന് പറഞ്ഞാൽ, കരടി എന്ന് പറയുന്നത് ബ്യൂറോക്രസിയെ കാണിക്കുന്നത്. ബ്യൂറോക്രസി, സ്ലോനെസ്, ബ്യൂറോക്രസി. അപ്പോൾ മിലിറ്ററി മൈറ്റ് ഉണ്ടാവും, അതിനെ താങ്ങി നിർത്താനായിട്ട് പിന്നെ ബ്യൂറോക്രസി ഉണ്ടാവും. അത് മാത്രമല്ല സിംഹത്തിന്റെ വായ എന്ന് വെച്ചാൽ ഓട്ടോക്രസി ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം നമുക്ക് അന്തിക്രിസ്തുവിൽ കാണാനായിട്ട് കഴിയും. 13-ാം അധ്യായം നമ്മൾ വാസ്തവത്തിൽ 7-ാം അധ്യായം പഠിക്കുമ്പോൾ 13-ാം അധ്യായം ആദ്യത്തെ 10 വാക്യങ്ങൾ വീണ്ടും വീണ്ടും പല പ്രാവശ്യം നമുക്ക് വായിക്കേണ്ട ആവശ്യം ഉണ്ടാവും. അവിടെ നമുക്ക് 13-ാം അധ്യായത്തിൽ സിംഹത്തിന്റെ വായ് പോലെയും നമുക്ക് ഈ കാണാനായിട്ട് കഴിയും. എന്ന് വെച്ചാൽ സിംഹത്തിന്റെ ഈ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ സ്വഭാവം, സവിശേഷത നമുക്ക് അന്തിക്രിസ്തുവിലും കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബാബിലോൺ എംപയർ റിമൈൻസ് us ഓഫ് ദ പ്രൈഡ് ആൻഡ് ഫോൾ ഓഫ് മാൻ, അല്ലേ? വാസ്തവത്തിൽ നെബൂഖദ്നേസറിന്റെ ജീവിതം നമ്മൾ കാണുന്നത് അഹങ്കാരം, അതോ അഹംഭാവം, അതും അദ്ദേഹത്തിനുണ്ടായ വീഴ്ചയും നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഓർത്തതുപോലെ ഇഫ് യു ആർ നോട്ട് വില്ലിംഗ് ടു ഹംബിൾ അവേഴ്സെൽസ്, ഗോഡ് വിൽ ഫോഴ്സ് us ടു ഹംബിൾ. അതുപോലെ സഡൻ ലോസ് ഓഫ് വിങ്സ് ഷോസ് ദാറ്റ് ദ എർത്തലി പവർ ആൻഡ് എംപയേഴ്സ് ആർ ഇംപെർമനന്റ് ഓർ ഇറ്റ് ഈസ് നോട്ട് പെർമനന്റ്. അത് വാസ്തവത്തിൽ വളരെ പ്രധാനം കേട്ടോ. ഇത് നമ്മൾ ഈ അധ്യായം പഠിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ ഹൃദയത്തിൽ വരുന്നതാ. ഈ ലോകരാഷ്ട്രങ്ങളൊന്നും പെർമനന്റ് അല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, 400 വർഷക്കാലം ഇസ്രായേൽ മക്കളും ഇസ്രായേലിൽ താമസിച്ചു, അല്ലെ? അടിമകളായിട്ട് താമസിച്ചു. 400 വർഷം കഴിഞ്ഞ് അവർക്കൊരു വിടുതൽ കിട്ടിയോ? അവർക്കൊരു വിടുതൽ കിട്ടിയല്ലേ? വാസ്തവത്തിൽ എത്ര കഠിനമായിരിക്കുന്ന രാഷ്ട്രങ്ങൾ വന്നു എന്ന് വന്നാലും ഒരു ചേഞ്ച് ദൈവം കൊണ്ട്, ദൈവത്തിന്റെ പദ്ധതിയാ. നമ്മൾ കണ്ടല്ലോ അല്ലേ? 4 കാറ്റും ആകാശത്ത് വരുന്ന കാറ്റുകൾ അടിക്കുന്നത് ദൈവമാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ദൈവത്തിന്റെ എത്ര ശക്തരായെന്ന് പറഞ്ഞാലും, അത് ബാബിലോൺ ആയിക്കോട്ടെ, മേദ്യ പേർഷ്യ ആയിക്കോട്ടെ, അലക്സാണ്ടർ ചക്രവർത്തി, ഗ്രീക്ക് സാമ്രാജ്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ളതായിരിക്കുന്ന ഇന്നത്തെ ഭരണക്രമം ആയിക്കോട്ടെ, അവരൊക്കെ വളരെ ശക്തരാണ് എന്ന് തോന്നിയാലും ഒരു ചേഞ്ച് ഉണ്ടാകും. പക്ഷേ ഒരുപക്ഷെ നമ്മുടെ ജീവിതകാലത്ത് ഉണ്ടാകുമോ എന്നറിഞ്ഞുകൂടാ. 400 വർഷം താമസിക്കേണ്ടി വന്നു ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമില്. അവർക്കൊരു ചേഞ്ച് കാണാനായിട്ടല്ലേ 400 വർഷം അവർ വെയിറ്റ് ചെയ്തു. ചിലപ്പോൾ വർഷങ്ങൾ വെയിറ്റ് ചെയ്തു എന്ന് വരാം. ബാബിലോൺകാര് അവര് അനേക വർഷങ്ങൾ, 70 വർഷം ബാബിലോൺ അടിമകളായി കഴിഞ്ഞിട്ടാണല്ലോ ബാബിലോണിൽ അവർക്ക് ഒരു വിടുതൽ ലഭിച്ചതല്ലേ? അപ്പോ ഇതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞു പോയെന്ന് വരാം. പക്ഷെ ദൈവം ആണ് കാര്യങ്ങളെ തീരുമാനിക്കുന്നത്. ഒന്നും പെർമനന്റ് അല്ല എന്നുള്ളത് നമ്മൾ ഓർത്തോണം. നമുക്കതുകൊണ്ട് എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി 5-ാമത്തെ വാക്യം, 7-ാം അധ്യായത്തിന് 5-ാമത്തെ വാക്യം. 2-ാമത് കരടിയുടെ സദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു. അതൊരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയിൽ കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു. അവർ അതിനോട്, എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. ആൻഡ് ബിഹോൾഡ് അനദർ ബീസ്റ്റ്, എ സെക്കൻഡ് ലൈക്ക് ടു എ ബയർ. And it raised up itself on one side, and it had 3 ribs in the mouth of it, between the teeth of it. And they said thus unto it, Arise, devour much flesh. അത് 2-ാമത് കരടി സദൃശ്യമായിരിക്കുന്നത് മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെ കാണിക്കുന്നത്. നമുക്ക് ഇന്ന് ആ കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഇല്ല കേട്ടോ. വാസ്തവത്തില് ചിലപ്പോൾ ചില നിരൂപകന്മാരൊക്കെ വ്യത്യസ്തമായി പറഞ്ഞാലും ദൈവമക്കളുടെ ഇടയിൽ ഈ 4 സാമ്രാജ്യങ്ങളെ കുറിച്ച് വലിയ സംശയമില്ല. അതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് മുമ്പ് സംഭവിച്ചതായിരിക്കുന്ന ഈ 4 രാഷ്ട്രങ്ങളായതുകൊണ്ട്
നമുക്ക് ഇന്ന് യാതൊരു സംശയവും രണ്ടാമത്തെ ഇത് മേദ്യ പേർഷ്യ സാമ്രാജ്യം തന്നെയാണ്. ഇവിടെ ഞാനൊരു ചിത്രം കാണിക്കുന്നുണ്ട്. ചിത്രം നമുക്കറിയാം, ഒരു ബെയറിന്റെ ചിത്രമാണ്, ഒരു കരടിയുടെ ചിത്രമാണ്. കരടിയുടെ കാല് കണ്ടോ? കാല് ഒരു സൈഡിലെ കാല് പൊക്കിയാ വെച്ചിരിക്കുന്നത്. ഒരു സൈഡ് കാല് പൊക്കി, അതുപോലെ വായില് 3 റിബുണ്ട്. 3 റിബ് എന്ന് വെച്ചാൽ 3 എല്ല് എന്ന് പറഞ്ഞാൽ അത് 3 എല്ല് അസ്ഥി അവിടെയുണ്ട്. ഒരു കടലിൽ നിന്ന് കയറി വരുന്നതായിരിക്കുന്ന ഒരു ബെയറിന്റെ രൂപമാണ്, ഒരു കരടിയുടെ രൂപമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നെബൂഖദ്നേസർ കണ്ട സ്വപ്നത്തിൽ ഇത് നമുക്കറിയാം നെഞ്ചും കൈയുമാണ്, വെള്ളിയാണ് അവിടെ കാണുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓർക്കുന്നുണ്ടാവും. മേദ്യ പേർഷ്യ ക്യാപിറ്റൽ സ്റ്റേറ്റ് ഇറാനാണ്. BC 539 അവർ ബാബിലോൺ ആക്രമിച്ച് കീഴടക്കിയ. സൈറസ് ആയിരുന്നു പ്രധാനപ്പെട്ട രാജാവ്. ബെയർ സ്ലോനെസ് ആണ്. സ്ലോനെസ് മാത്രമല്ല കേട്ടോ, അടുത്ത കാലത്ത് എനിക്കൊന്ന് ഒരാഴ്ച മുമ്പാന്ന് തോന്നുന്നു ന്യൂസ് പേപ്പറിൽ കണ്ടു, ഇന്നത്തെ കാലത്ത് ഏറ്റവും പേടിക്കേണ്ടത്, ഈ കാട്ടിലെ ഏറ്റവും പേടിക്കേണ്ട മൃഗത്തിൽ ഒന്ന് കരടിയാണത്രേ. കരടിയാണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പേപ്പറിൽ കണ്ടതാ. ന്യൂസ് പേപ്പറിലാണോ ഇനിയും ഈ ഓൺലൈനിലാണോ എന്ന് അറിയത്തില്ല. കണ്ടതാ, കരടിയാ. കരടി ഭയങ്കര സ്ട്രോങ് ആ കേട്ടോ. കരടി എല്ലാരെയും കടിച്ചു കൊല്ലത്തില്ലെങ്കിലും അതിന്റെ കൈ കെട്ടിയാൽ അത് ഉപദ്രവിക്കും. അത് മനുഷ്യനെ അത് സാധാരണഗതി സസ്യബുക്കാണെന്ന് പറഞ്ഞാലും അത്യാവശ്യം വന്നാല് മാംസബുക്ക് ആകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഏതായാലും കരടി വളരെ സ്ട്രോങ് ആണ്, വളരെ വളരെ ഭയാനകമായിരിക്കുന്ന മൃഗമാണ്. വളരെ സ്ട്രോങ് ആണ് അതിന്റെ കാലുകളൊക്കെ, അതാണ് അതിന്റെ പ്രത്യേകത. പക്ഷെ വളരെ അല്പം സ്ലോ ആണ്, അത്ര സ്പീഡിൽ പോകത്തില്ല. ബ്യൂറോക്രസിയാണ് മേദ്യ പേർഷ്യ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന അവരുടെ രാജ്യത്തിന്റെ ഭരണക്രമം. അതുകൊണ്ടാണ് 6-ാം അധ്യായത്തിൽ അവിടെ ബെൽസസർ രാജാവ് ദാനിയേലിനെ രക്ഷിക്കാനായിട്ട് ആ ദിവസം വൈകിട്ട് വരെ താൻ ശ്രമിച്ചിട്ടും പറ്റാതിരുന്നതിന്റെ കാര്യം, തനിക്ക് ആഗ്രഹം, രാജാവിന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാർ അത് സമ്മതിച്ചില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ബ്യൂറോക്രസിയാണ്. അവരുടെ ബ്രസ്റ്റ് ആൻഡ് ആംസ് ആണ്, സിൽവർ ആണ്, 10.4 ആണ്. അതാ. ഇനി ഒരു പാർശ്വം ഉയർന്നു നിൽക്കുന്നത് വാസ്തവത്തിൽ മേദ്യയാണ്, പേർഷ്യയാണ് മേദ്യയേക്കാൾ. മേദ്യ പേർഷ്യ എന്ന് നമ്മൾ പറയുമെങ്കിലും മേദ്യയേക്കാൾ പേർഷ്യയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രം എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു സൈഡ് ഉയർന്നു നിൽക്കുന്നു എന്നതിന്റെ അർത്ഥം പേർഷ്യയാണ് മേദ്യയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പല്ലുകളുടെ ഇടയിൽ കാണുന്ന 3 വാരിയലുകൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് വാസ്തവത്തില് എനിക്ക് തോന്നുന്നു എല്ലാ വേദപണ്ഡിതന്മാർ തമ്മിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് 3 രാഷ്ട്രങ്ങളെ കുറിച്ച് അഥവാ 3 സാമ്രാജ്യങ്ങളെ കുറിച്ചാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷെ സാമ്രാജ്യം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എല്ലാവർക്കും വളരെ പ്രയാസമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ 3 സാമ്രാജ്യങ്ങൾ, ഒന്ന് മേദ്യ തന്നെയാണ്. മേദ്യ പേർഷ്യ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ സാമ്രാജ്യമാണല്ലോ പ്രധാനപ്പെട്ട സാമ്രാജ്യം, അഥവാ പേർഷ്യൻ സാമ്രാജ്യം. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അകത്തുള്ള 3 പ്രധാനപ്പെട്ടതായിരിക്കുന്ന സാമ്രാജ്യങ്ങൾ അന്നുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ബാബിലോൺ ആക്രമിച്ച് അഥവാ ദാനിയേൽ കാണുമ്പോൾ ഉള്ളതായിരിക്കുന്ന 3 പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളുടെ മേദ്യ, ലിഡിയ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഭൂപടം കണ്ടപ്പോൾ അതിന്റെ മുകളില് ലെഫ്റ്റ് സൈഡിലെ മുകളിൽ നമ്മൾ കണ്ട ലിഡിയ എന്നുള്ളത് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? നിങ്ങളുടെ ഈ ഭൂപടം ഉണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. അതൊരു സാമ്രാജ്യമാണ് ലിഡിയ. അതുപോലെ ബാബിലോൺ അതായിരിക്കാനാണ് സാധ്യത. പലരും പല അഭിപ്രായം പറയും. അത് ഏതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. 3 പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളെ കുറിച്ചാണ് ഈ ബെയർ കടിച്ചു പിടിച്ചിരിക്കുന്ന 3 വാരിയലുകൾ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അതിനോട് പറഞ്ഞു എഴുന്നേറ്റ് ധാരാളം മാംസം തിന്നാനായിട്ട് പറയാം. ഇനിയും രാഷ്ട്രങ്ങളെ കീഴടക്കാനുള്ള ആഹ്വാനമാണ് അതിൻ്റെ അകത്ത്. എഴുന്നേറ്റ് ധാരാളം മാംസം തിന്നുക. വാസ്തവ കോരസ് രാജാവിന്റെ മകൻ ആണ് കാമ്പസസ് 2 എന്ന് പറയുന്നത്, അഥവാ സൈറസ് രാജാവിന്റെ മകനാണ് കാമ്പസസ് 2. അദ്ദേഹമാണ് ഈജിപ്റ്റ് കീഴടക്കിയത്. അന്ന് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഈജിപ്റ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ ബാബിലോൺകാര് നമുക്കറിയാം ബാറ്റിൽ ഓഫ് കാർക്കമിഷ് വെച്ച് പിടിച്ചെടുത്തതാണ്. നമ്മളത് പഠിച്ചതാ BC 605 1-ാമത്തെ അധ്യായം പഠിച്ചപ്പോൾ ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചതാ. ബാറ്റിൽ ഓഫ് കാർക്കമിഷ് എന്ന് പറയുന്നതായിരിക്കും കർക്കമീഷിലെ യുദ്ധം എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നതായിരിക്കുന്ന യുദ്ധത്തിൽ ഫറവോൻ നെഖോയെ തോൽപ്പിച്ച് കീഴടക്കി ഈജിപ്റ്റ് കുറച്ച് പിടിച്ചെടുത്തു. പക്ഷെ അപ്പോഴും ഈജിപ്റ്റ് ബാക്കിയുണ്ടായിരുന്നു. അത്
ഇവർ പിടിച്ചെടുത്തത് BC 525 ഈജിപ്റ്റ് പിടിച്ചടക്കിയത്. എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ധാരാളമായിട്ട്. ഇവരത് മാത്രമല്ല കേട്ടോ, പേർഷ്യൻ നമുക്കറിയാം, പേർഷ്യ എന്ന് വെച്ചാൽ ഇറാൻ അല്ലേ. ഇറാൻ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇന്ത്യയുടെ പഞ്ചാബ് ഏരിയ, അതുപോലെ തന്നെ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ. ഈ രാഷ്ട്രങ്ങളൊക്കെ, ഈ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഒക്കെ ഇറാനുമായിട്ട് ബോർഡറുള്ള സ്ഥലങ്ങളാണ്. അതും ഒക്കെ ഇവരെ പിടിച്ചെടുക്കാനായിട്ടിടയായി. അപ്പോ ഇവരോട് ദൈവം പറഞ്ഞു, അഥവാ ഈ ദർശനത്തിൽ കണ്ടു, എഴുന്നേറ്റ് ധാരാളം മാംസം തിന്നാൻ പറഞ്ഞു. അവര് ഇതിനു ശേഷവും ധാരാളം രാഷ്ട്രങ്ങൾ പിടിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രം ഈജിപ്റ്റ് ആണ്. പിന്നീട് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അതുപോലെ ഇൻഡസ് വാലി സ്ഥലങ്ങളൊക്കെ ഇവര് പിടിച്ചെടുക്കാനായിട്ട് ഇടയായി. നമ്മൾ കണ്ടതാണല്ലോ അല്ലെ, വെളിപ്പാട് പുസ്തകം 13 അവിടെ കാണുന്ന ജീവിയുടെ കാൽ കരടിയുടെ കാൽ പോലെയാണ് എന്ന് നമ്മൾ കണ്ടു. അന്തിക്രിസ്തുവിന്റെ കാലത്ത് ഉദ്യോഗസ്ഥ ഭരണം ഉണ്ടാവും. അപ്പൊ അന്തിക്രിസ്തുവിന്റെ കാലത്ത് നമ്മൾ കണ്ടു ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും ഭരണക്രമം എന്ന് പറയുന്നത് എന്താ? അവിടെ നമ്മൾ കാണുന്നത് പുള്ളിപ്പുലി. അവിടെ കണ്ടത് എന്താ? അവിടെ കണ്ട മൃഗത്തെ പുള്ളിപ്പുലിക്ക് സാദൃശ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? അങ്ങനെയല്ലേ കാണുന്നേ? 13 അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശ്യം. പുള്ളിപ്പുലിക്ക് സദൃശ്യമാണ് എന്ന് വെച്ചാൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്, അന്തിക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണക്രമം എന്ന് പറയുന്നത് മിലിറ്ററിയാണ് അദ്ദേഹത്തിന്റെ ശക്തി. എന്നാൽ അതിനെ താങ്ങാൻ ആവശ്യമായിരിക്കുന്ന ബ്യൂറോക്രസി ഉണ്ടാവും. അതുപോലെ തന്നെ വളരെ ശക്തമായിരിക്കുന്ന ഭരണം, ഓട്ടോക്രസി ഉണ്ടാവും. വളരെ ശക്തമായിരിക്കുന്ന തീരുമാനങ്ങൾ അവർക്ക് എടുക്കാനായിട്ടുള്ള കഴിവ് ഉണ്ടാവും അന്തിക്രിസ്തുവിന്റെ കാലത്ത്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താ അറിയാമോ? ഈ രാഷ്ട്രങ്ങളെല്ലാം തന്നെ ഓട്ടോക്രസി ആയാലും ബ്യൂറോക്രസി ആയാലും മിലിറ്ററി ആയാലും ഇതെല്ലാം ഒരു കാലത്തും ആ രാഷ്ട്രങ്ങൾ മാറിപ്പോയാലും അതിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുന്നില്ല. ഇന്നും അതെല്ലാം ഉണ്ടല്ലേ? ഇന്നും ഉണ്ട്. നമ്മൾ നോക്കിയാൽ മിലിറ്ററി മൈറ്റ് ഉണ്ട്, അതുപോലെ ബ്യൂറോക്രസി ഉണ്ട്, ഓട്ടോക്രസി ഉണ്ട്. നമ്മൾ കാണുന്ന ഡെമോക്രസി, അതാണ് റോം കാണിക്കുന്ന ഡെമോക്രസി. പക്ഷെ ഡെമോക്രസിക്കകത്തും ഇന്നെന്താ ഉള്ള? ഓട്ടോക്രസി തന്നെ അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഡെമോക്രസിയിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ഡെമോക്രസി ഉണ്ടോ ഇപ്പോ? നമുക്ക് ഒരാളെ അങ്ങ് തിരഞ്ഞെടുത്ത് വിടാന്നുള്ളതേ ഉള്ളൂ. അവിടെ ചെന്നാൽ അദ്ദേഹം ഭരിക്കും, അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുമോ നമുക്കറിയത്തില്ല. ആരെങ്കിലും ഭരിക്കുന്നവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭരിക്കും. നമ്മൾ എന്ന് വിചാരിക്കും നമ്മളൊക്കെ തിരഞ്ഞെടുത്ത് വിട്ടതാണ്, അവർ നമ്മുടെ സെർവൻസ് ആന്നൊക്കെ നമ്മൾ ചുമ്മാ ചിന്തിച്ച് സന്തോഷിക്കാന്നുള്ളതല്ലാതെ നമുക്കറിയാം ഇതെല്ലാം ഇന്നും ഉള്ളതായിരിക്കുന്ന ഭരണക്രമങ്ങൾ തന്നെയാണ്. നമ്മൾ മുമ്പേ ഓർത്തതുപോലെ തന്നെ ഇത്ര ശക്തമായിരിക്കുന്ന സാമ്രാജ്യമാണ് മേദ്യ പേർഷ്യ എങ്കിലും ദൈവം അവരെയും തന്റെ സ്ഥാനത്ത് നിന്ന് നീക്കി എന്നുള്ളതാണ്. ദൈവം ആത്യന്തികമായി നമ്മുടെ ദൈവം വിജയിക്കും. ഈ അധ്യായം നോക്കിയാൽ നമുക്ക് കിട്ടാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് ദൈവമാണ് സകലത്തെയും ഭരിക്കുന്നത് എന്നുള്ളതാണ്. വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ ചിന്ത ഇവിടെ വളരെ സ്വതന്ത്രമായി ജീവിക്കാൻ നമുക്ക് അത്ര വലിയ പ്രാധാന്യത ഇല്ല കേട്ടോ. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ഇത്ര വലിയ സംഭവമാണോ എന്ന് ചിന്തിക്കും. നമ്മൾ ജാർഖണ്ഡിലുള്ളതായിരിക്കുന്ന ആൾക്കാരോട് ഒന്ന് ചോദിച്ചു നോക്കണം. അപ്പൊ അവർ പറയും ഇത് പ്രധാനപ്പെട്ടതാണോ ഇല്ലയോ എന്നല്ലേ. ജാർഖണ്ഡിലുള്ളതായിരിക്കുന്ന നമ്മുടെ ജിം മാത്യു സഹോദരൻ വന്നപ്പോ താൻ അവിടുത്തെ സംഭവം പറഞ്ഞു, വിൽക്കാനൊക്കത്തില്ല, വാങ്ങാനൊക്കത്തില്ല എന്ന് പറഞ്ഞു. അവര് ദിവസം രാവിലെ എഴുന്നേറ്റ് അവരുടെ പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? ദൈവമേ ഇതിനൊരു ചേഞ്ച് ഉണ്ടാവട്ടെ എന്ന്. അങ്ങനെയല്ലേ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് തോന്നുന്നു അങ്ങനെ പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. നമ്മൾ ഇന്നത്തെ ദിവസം നന്നാക്കി തരണമേ, എനിക്ക് നല്ല ആരോഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ ഇതിനൊരു ചേഞ്ച് ഉണ്ടാവണം. ദൈവമാണ് ലോകരാഷ്ട്രങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് വാസ്തവത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു വിഷയമാണ്. അതിന്റെ പ്രാധാന്യം നമുക്ക് അറിയാൻ വയ്യാത്തത് നമ്മൾ ഇങ്ങനെ സ്വതന്ത്രമായി ജീവിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം അറിയാം, തീർച്ചയായിട്ടും നമുക്കറിയാം, കാലം മാറുമ്പോൾ ഈ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടമാകും. കേരളത്തിൽ അതിന് യാതൊരു സംശയമില്ല. കേരളത്തിൽ അത് നഷ്ടമാകും. അടുത്ത അധിക വർഷം കഴിയാതെ തന്നെ ഒരു വലിയ ചേഞ്ച് കേരളത്തിൽ രാഷ്ട്രീയമായിട്ടുണ്ടാകും എന്നുള്ളതിന് നമുക്ക് യാതൊരു സംശയവും വേണ്ട. അങ്ങനെ വരികയാണെങ്കിൽ അന്ന് നമ്മളും ഇത് തന്നെ പ്രാർത്ഥിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പൊ നമുക്ക് വാസ്തവത്തിൽ ദാനിയേൽ പ്രവചനം നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരു വിഷയമായിട്ട് നമുക്ക് ഇരിക്കും. ഇനി ആറാമത്തെ വാക്യം അവിടെ മൂന്നാമത്തെ മൃഗം, പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യം മറ്റൊന്നിനെ കണ്ടു. അതിന്റെ മുതകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു, മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു, അതിന് ആധിപത്യം ലഭിച്ചു. ആഫ്റ്റർ ദിസ് ഐ ബിഹെൽഡ് ആൻഡ് ലോ അനദർ ലൈക്ക് എ ലെപ്പർഡ് which had upon the back of it 4 wings of a fowl. The beast had also 4 heads and dominion was given to it. അതാ ആറാമത്തെ പുള്ളിപ്പുലി. നമുക്ക് ഇവിടെ പുള്ളിപ്പുലിയുടെ ഒരു പടം കാണാൻ കഴിയും. പുള്ളിപ്പുലി, അതും സമുദ്രത്തിൽ നിന്ന് വരുന്നതായിരിക്കും പുള്ളിപ്പുലി. അതിന് 4 തലയുണ്ട്. 4 തല, പുള്ളിപ്പുലിക്ക് 4 തലയുണ്ട്.
അതുപോലെ 4 ചിറകുണ്ട് അല്ലേ? പുള്ളിപ്പുലിക്ക് 4 തലയുണ്ട്, 4 ചിറകുണ്ട്. അതും സമുദ്രത്തിൽ തന്നെ വരുന്നതാണ്. സമുദ്രം എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. എന്താ സമുദ്രം എന്ന് വെച്ചാൽ മെഡിറ്ററേനിയൻ സീ. മെഡിറ്ററേനിയൻ സീയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രവചനമാണ് നമ്മൾ കാണുന്നത്. സാമ്രാജ്യങ്ങളെ കുറിച്ച് കാണും. മെഡിറ്ററേനിയൻ സീ. ഇവിടെ 4 തലയുണ്ട്. പുള്ളിപ്പുലിയാണ്, അതിന് 4 തലയുണ്ട്. പുള്ളിപ്പുലി നമുക്കറിയാം വേഗതയാണ് കാണിക്കുന്നത് അല്ലേ? വേഗത. നെബൂഖദ്നേസർ കണ്ടതായിരിക്കുന്ന സ്വപ്നത്തിൽ അത് വയറും അരയുമാണ്. വയറും അരയും താമ്രമാണ് അത് കാണിക്കുന്നത്. താമ്രം നമ്മൾ കണ്ടതായിരിക്കുന്ന ആ ചാർട്ടില് ഗ്രീസ് അഥവാ യവന രാജാക്കന്മാർ 331 മേദ്യ പേർഷ്യയെ ആക്രമിച്ച് കീഴടക്കിയത്. അലക്സാണ്ടർ ചക്രവർത്തി ലെപ്പേർഡ്, അതിന്റെ പുള്ളിപ്പുലിയുടെ പ്രത്യേകത സ്വിഫ്റ്റ്നെസ്. വാസ്തവത്തിൽ ലെപ്പേർഡിനെക്കാട്ടി ഫാസ്റ്റ് ആണ് അത്ര സിംഹം. ലെപ്പേർഡിനെ കുറിച്ച് ഞാൻ കണ്ടത് 30-35 മൈൽ വേഗതയാണ്. സിംഹത്തിന് 50 മൈൽ വേഗത്തിൽ ഓടാൻ കഴിയും. ചീറ്റ എന്ന് പറഞ്ഞ ഉള്ള മൃഗമാണ് ഏറ്റവും ഫാസ്റ്റ്. അതിന് 70-80 മൈൽ വേഗത്തിൽ അതിന് ഓടാൻ കഴിയും എന്നാ പറയുന്നത്. അപ്പം ഇവിടെ പുള്ളിപ്പുലിക്ക് ഇച്ചിരി വേഗത കുറവാണെങ്കിൽ, സിംഹത്തെക്കാട്ടി കുറവാണെങ്കിൽ എന്താ 4 ചിറക് കൊടുത്തിട്ടുണ്ടല്ലേ? 4 ചിറകുണ്ട് എന്ന് വെച്ചാൽ അതിന്റെ സ്വിഫ്റ്റ്നെസ്, അതിന്റെ വേഗത വിചാരിക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗതയിൽ ഈ പുള്ളിപ്പുലിക്ക് പറന്നു പോകാനായിട്ട് സാധിക്കും എന്നുള്ള. അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് നമുക്കറിയാം, കേവലം 13 വർഷമേ താൻ ഭരിച്ചുള്ളൂ. 13 വർഷം ആണ് ഗ്രീക്ക് സാമ്രാജ്യം, യവന സാമ്രാജ്യം അലക്സാണ്ടർ ചക്രവർത്തി ഭരിച്ചത്. അതിനു മുമ്പ് 1 വർഷം താൻ ഈജിപ്തും ഭരിക്കാനായിട്ട് ഇടയായി. ഈജിപ്ത് മാത്രം ഭരിച്ചു, ഫറവോനായിട്ട് ഭരിച്ചു എന്ന് കാണാനിടയായി. അപ്പം വാസ്തവത്തിൽ അദ്ദേഹം 13 വർഷക്കാലമേ താൻ ആകെ 12 വർഷക്കാലമേ താൻ ആകെപ്പാടെ ഭരിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ 12 വർഷത്തിനിടയ്ക്ക് തനിക്ക് അറിയാവുന്ന എല്ലാ രാജ്യങ്ങളും താൻ കീഴടക്കാനിടയായി. അപ്പം അതിന്റെ വേഗത എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഇതിന് ശേഷം ഒരു സ്ലൈഡ് കാണാൻ കഴിയും. കേവലം അദ്ദേഹത്തിന് വളരെ കുറച്ച് പടയാളികളെ ഉണ്ടായിരുന്നുള്ളൂ, സോൾജിയേഴ്സ്. ഒരു 30,000 to 50,000, 47,000, 50,000 താഴെയുള്ള പടയാളികൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ പടയാളികളെ കുറിച്ച് പറഞ്ഞാൽ അവരെ കുറിച്ച് പറയുന്നത് 1.5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയിൽ എന്നാ പറയുക. 1.5 ലക്ഷത്തിനും 6 ലക്ഷത്തിനും ഇടയിലുള്ള പടയാളികൾ ഉള്ളതായിരിക്കുന്ന പേർഷ്യൻ സാമ്രാജ്യത്തെ ഇദ്ദേഹം ഈ ചെറിയ ഒരു പടയാളി സമൂഹത്തെ കൊണ്ടുപോയി താൻ വിജയിച്ചു എന്നുള്ളതാണ്, ആക്രമിച്ച് കീഴടക്കുന്നത്. അപ്പം ഈ ഗ്രീക്ക് രാജാവിന്റെ ആ സ്വിഫ്റ്റ്നെസ്, എത്ര വേഗത്തിലാണ് ഈ കേവലം 10-13 വർഷം കൊണ്ട് 12 വർഷം കൊണ്ട് ഈ ലോകത്തെ കീഴടക്കുവാനായിട്ട് തനിക്ക് കഴിഞ്ഞത് എന്നുള്ളത് വളരെ അതിശയമാണ്. അവിടെ നമ്മൾ കണ്ടു പക്ഷിക്ക് 4 ചിറകുണ്ടായിരുന്നു. അതിന്റെ വേഗതയാണ് കാണിക്കുന്നത്. മൃഗത്തിന് 4 തലയുണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നല്ലേ? നമ്മൾ വായിക്കുമ്പോൾ 4 ചിറകുണ്ടായിരുന്നു, മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു, അതിന് ആധിപത്യം ലഭിച്ചു. ഇവിടെ ഈ 4 തല എന്ന് പറയുന്നത് വാസ്തവത്തിൽ അലക്സാണ്ടറിന് ശേഷം, അലക്സാണ്ടർ വളരെ വേഗമാണ് മരിച്ചുപോയത്, അപ്രതീക്ഷിതമായിട്ടാണ് മരിച്ചത്. താൻ മരിക്കുന്നത് ബാബിലോൺ കൊട്ടാരത്തിൽ വെച്ചാണ് മരിക്കുന്നത്. ബാബിലോണില് നെബൂഖദ്നേസർ രാജാവ് പടുത്തുയർത്തിയതിനെ കൊട്ടാരത്തിൽ വെച്ചാണ് ഈ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്നത്. പലരും വിചാരിക്കുന്ന അലക്സാണ്ടർ ചക്രവർത്തിക്ക് പോയിസൺ കൊടുത്തു എന്നാണ് പൊതുവെ ചിന്തിക്കുന്നത്. പോയിസൺ കൊടുത്തു, തനിക്ക് അസുഖമായി, ഒരാഴ്ചയിലധികം താൻ അസുഖമായി കിടന്നു, താൻ മരിക്കാനായിട്ടിടയായി. അങ്ങനെ മരിച്ചപ്പോൾ വളരെ പെട്ടെന്ന് മരിച്ചു. പോയിസൺ കൊടുത്തു എന്ന് വിചാരിക്കുന്നു, കൃത്യമായ റീസൺ അറിയത്തില്ല. ചില ദിവസങ്ങൾ താൻ രോഗിയായിട്ട് കിടന്നു, താൻ മരിക്കാനായിട്ടിടയായി. വളരെ ചെറുപ്പത്തിൽ 33 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ, വളരെ ചെറുപ്പം. പക്ഷേ ആ സമയത്ത് തനിക്ക് വേറൊരാൾക്ക് ഇത് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട്, സാധാരണഗതി രാജാക്കന്മാർ രാജ്യം ഭരിക്കുമ്പോൾ ഒരു ക്രൗൺ പ്രിൻസ് ഉണ്ടാവും, നമുക്കറിയാം ക്രൗൺ പ്രിൻസ് ഉണ്ടാവും, അടുത്ത ആൾ ആരാണെന്ന്. പക്ഷെ ഇതിന് സമയം ഇദ്ദേഹത്തിന് കിട്ടിയില്ല. അതുകൊണ്ട് എന്തുണ്ട് കാര്യം, അദ്ദേഹത്തിന്റെ ഒരു മകനുണ്ടായിരുന്നു. പക്ഷെ മകൻ കുഞ്ഞായിരുന്നു. അപ്പൊ കുഞ്ഞിന് രാജ്യഭാരം കൊടുക്കാൻ ഒക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ അലക്സാണ്ടർ ചക്രവർത്തിക്ക് വേറൊരാൾക്ക് രാജ്യഭാരം കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ചക്രവർത്തി മരിച്ചു കഴിഞ്ഞപ്പോൾ കുറെ കാലമൊക്കെ രാജ്യം അങ്ങനെ ഇരുന്നു. അതിനുശേഷം വളരെ വേഗം തന്നെ തന്റെ രാജ്യം 4ആയിട്ട് വിഭജിക്കപ്പെടുവാനായിട്ട് ഇടയായി. 4 സാമ്രാജ്യങ്ങളായിട്ട്, 4 ഭാഗങ്ങളായിട്ട് അലക്സാണ്ടർ ചക്രവർത്തിയുടെ 4 ജനറൽസ് അഥവാ 4 പടനായകന്മാർ, തന്റെ സേനാധിപന്മാർ 4 പേർ തന്റെ രാജ്യത്തെ വിഭജിച്ച് എടുക്കുവാനായിട്ട് ഇടയായി. അതാണ് മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അലക്സാണ്ടർ ചക്രവർത്തി താൻ വളരെ വേഗത്തിൽ ആക്രമിച്ചു,
താൻ കീഴടക്കി, അനേക രാഷ്ട്രങ്ങളെ കീഴടക്കി. പക്ഷെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് താൻ മരിക്കാനായിട്ടിടയായി. തന്റെ കാലശേഷം ചില വർഷങ്ങൾക്ക് ശേഷം തന്റെ രാജ്യത്തെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതാണ് മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ പിന്നെ കാണുന്ന വേറൊരു ഭാഗം എന്തറിയാം, വളരെ പ്രത്യേകമായിട്ട് അലക്സാണ്ടറെ കുറിച്ച് പറയുന്നത് എന്താ, അവിടെ അതിന് ആധിപത്യം ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. ആധിപത്യം ലഭിച്ചു എന്ന് വെച്ചാൽ സ്വർഗത്തിലെ ദൈവമാ കൊടുത്തത്. ഇവിടെ ഞാൻ അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. 47,000 പടയാളികളെ കൊണ്ട് പേർഷ്യയുടെ 2 ലക്ഷം അല്ലെ 3 ലക്ഷം പടയാളികളെ തോൽപ്പിക്കാനായിട്ട് കഴിഞ്ഞു എന്ന് പറയുന്നത് എന്താ കാര്യം? ദാനിയേലിന് ദൈവം പറഞ്ഞു അവൻ ആധിപത്യം കൊടുത്തു എന്ന് വെച്ചാല് ദൈവം കൊടുത്തു. മറ്റവരുടെ എന്താ, നീ മാംസം ധാരാളം തിന്നുക, അല്ലെങ്കിൽ നീ കീഴടക്കാൻ പറഞ്ഞു. അപ്പം പേർഷ്യൻ രാജാക്കന്മാരോട് നിങ്ങൾ പോയി കീഴടക്കാൻ പറഞ്ഞു. അവർ കീഴടക്കി. അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു, അവർക്ക് അത്രയും സോൾജിയേഴ്സ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കയ്യിൽ സോൾജിയേഴ്സ് ഇല്ലായിരുന്നു. കാര്യം ഇവർക്ക് വളരെ യവന രാജ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വസ്തരായിരിക്കുന്ന ഒരുപാട് പടയാളികളില്ല. പക്ഷെ ഉള്ളവർ വളരെ കഴിവുള്ളവരായിരുന്നു സാരം. എന്തായിരുന്നാലും അവർക്ക് ദൈവം താൻ തന്നെയാണ് ഈ ആധിപത്യം കൊടുത്തത് എന്നുള്ളത്, അഥവാ ഈ രാഷ്ട്രം പിടിച്ചെടുക്കാനുള്ള കഴിവ് കൊടുത്തത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ടാണ് അതിന് ആധിപത്യം ലഭിച്ചു എന്ന് ഒരാൾ കൊടുത്തു എന്ന് വെച്ചാൽ ദൈവം താനാണ് അത് കൊടുത്തത് എന്നുള്ളതാണ്. അവിടെ കൊണ്ട് നമ്മൾ ഇന്ന് നിർത്തുക. നമ്മുടെ സമയം അവസാനിച്ചു. ആദ്യത്തെ 3 സാമ്രാജ്യത്തെക്കുറിച്ച്, ഇനി 4ാമത്തെ സാമ്രാജ്യമായിരിക്കുന്ന 7-ാം വാക്യം, അത് ഒരുപാട് വലുതാണ്. അത് അടുത്ത ആഴ്ച പറഞ്ഞാൽ ഒരു ദിവസം പറയാനുള്ളതായിരിക്കുന്ന വിഷയം ഈ 7-8 വാക്യങ്ങളും അനുബന്ധമായിരിക്കുന്ന വാക്യങ്ങളുമായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത ആഴ്ച ആ ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. 4ാമത്തെ, അപ്പൊ നമ്മൾ ഇന്ന് കണ്ട മെയിനായുള്ള കാര്യം എന്താ? ദൈവമാണ് ഈ ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്നവൻ. ദൈവത്തിന്റെ കൈകളിലാണ് എല്ലാം. അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധൈര്യത്തിന് വകയുണ്ട്. എന്തെല്ലാം ഈ ലോകങ്ങൾ എങ്ങനെയെല്ലാം നടക്കട്ടെ, രാജാക്കന്മാർ എങ്ങനെയെല്ലാം പ്രവർത്തിക്കട്ടെ, അധികാരികൾ എങ്ങനെയെല്ലാം ചെയ്യട്ടെ, ആത്യന്തികമായിട്ട് ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് വാസ്തവത്തിൽ നമ്മെ ധൈര്യപ്പെടുത്തേണ്ടതാണ്. പിന്നെ നമ്മൾ ഓർത്തതുപോലെ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ക്രമീകരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതാണ് നമ്മൾ ബാബിലോൺ നമ്മെ കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നതായിരിക്കുന്ന വാർണിങ്സ്, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നതായിരിക്കുന്ന മുന്നറിയിപ്പുകൾ, അത് കണ്ടിട്ട് നമ്മൾ നമ്മെ തന്നെ ക്രമീകരിച്ച് ദൈവസന്നിധിയിൽ പോയില്ലെങ്കിൽ ദൈവം നമ്മെ താഴ്ത്തും. ദൈവം നമ്മെ പോവും. ഞാൻ ഇവിടെ അതെടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു ഒരു വലിയ ദേവദാസനെ കുറിച്ച്, നമ്മുടെ ഇടയിൽ തന്നെയുള്ള ദേവദാസനെ കേട്ടോ, അദ്ദേഹത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കർത്താവ് താൻ റെയിൽവേ ജോലി ചെയ്യുന്നതായിരിക്കുന്ന വളരെ ഒരു ദേവദാസനായിരുന്നു. തനിക്ക് ജോലി ഉണ്ടായിരുന്നു, തനിക്കൊരു മകളുണ്ട്. തന്നെ ദൈവം വിളിച്ചപ്പോ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ദൈവവേലയ്ക്കായിട്ട് പോകാൻ. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ധനത്തിന്റെ ബുദ്ധിമുട്ട്, പിന്നെ മകളുണ്ട്, അവളുടെ കാര്യം, ഭാര്യയ്ക്ക് എങ്ങനെയാ അവരുടെ ആഹാരം, ഇതൊക്കെയായിരുന്നു താൻ വളരെ കാലം വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം താൻ ഏറ്റവും കൂടുതൽ ആർക്കു വേണ്ടി ആണ് താൻ ജോലി ചെയ്തത്, ദൈവം തന്റെ കയ്യിൽ നിന്ന് ആ ഭാര്യയെ മാറ്റി എന്നാണ് താൻ സാക്ഷ്യം പറഞ്ഞത്. ദൈവം തന്റെ ഭാര്യയെ തന്നിൽ നിന്ന് മാറ്റി എന്ന് വെച്ചാൽ അവര് ഈ ലോകത്തിൽ നിന്ന് മാറാനായിട്ട് ഇടയായി. അങ്ങനെ പോയപ്പോ, തന്റെ ഭാര്യയെ നഷ്ടപ്പെട്ടപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി, കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നോട് എത്രയോ പ്രാവശ്യം പറഞ്ഞതാ പക്ഷെ എനിക്കത് അനുസരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് ഏറ്റവും കൂടുതൽ എന്താ നിന്റെ ജീവിതത്തിൽ എന്നെ അനുഗമിക്കാനായിട്ട് പ്രയാസമുള്ളത്, അത് ദൈവം എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റാനായിട്ട് ഇടയായി. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ അദ്ദേഹം കർത്തൃവേലയ്ക്കായിട്ട് തിരിഞ്ഞു. വളരെ ദൈവത്തിന്റെ ഒരു വലിയ ദാസനാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം മരിച്ചുപോയി കാണും. കർത്താവിനെ ഉണ്മയായിട്ട് സ്നേഹിച്ചതായിരിക്കുന്ന ഒരു ദൈവദാസൻ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് സൂക്ഷിച്ചോണം കേട്ടോ. അതാണ് ബാബിലോൺ നമ്മെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം. ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകുമ്പോൾ, ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ, ദൈവം നമ്മോട് ദേവദാസന്മാരോട് സംസാരിക്കുമ്പോൾ നമ്മൾ അതിനോട് മറുതലിച്ചു നിന്നാൽ ദൈവം നാം വിചാരിക്കാത്ത സാഹചര്യങ്ങൾ കടത്തിവിടും. അങ്ങനെ കടത്തിവിട്ടാൽ നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് ഒരുപക്ഷെ താങ്ങുവാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല. അത് നമുക്ക് ചിന്തയ്ക്കായിട്ട് നമുക്ക് ഇരിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
Let's thank God for